കോട്ടയത്തെ ആകാശപാതയ്ക്ക് കീഴിൽ പടവലത്തായി നട്ട യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ പ്രതിഷേധം. ജനജീവിതത്തിന് ഭീഷണിയായ നിർമ്മിതിക്കെതിരെ CPM കോട്ടയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് ഇന്ന്. പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട UDFന്റെ നേതൃത്വത്തിലുള്ള ധർണയും ഇന്ന് നടക്കും. വികലമായ വികസനത്തിന്റെ നേർചിത്രമായി കോട്ടയത്തെ ആകാശപാത മാറിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുകയാണ്. കാലപ്പഴക്കം മൂലം ആകാശപാത ജനജീവിതത്തിന് ഭീഷണിയായി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ഇത് എത്രയും വേഗം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ഫ്രണ്ട് എം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ആകാശപാതയ്ക്ക് കീഴിൽ പടവലത്തായി നട്ടുകൊണ്ടായിരുന്നു യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രതിഷേധം. പരിപാടി കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇരുമ്പ് തുരുമ്പെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ അധികം പഴക്കമില്ല. തീർച്ചയായും ഈ വിഷയത്തിൽ അടിയന്തരമായി കോടതിയെ ബോധ്യപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഇത് പൊളിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കണം. കോട്ടയം മുനിസിപ്പാലിറ്റി, ഈ പട്ടണത്തെ നയിക്കുന്ന കോട്ടയം പ്രദേശ സ്വയംഭരണ സ്ഥാപനം കോട്ടയം മുനിസിപ്പാലിറ്റി, അവർ ഈ വിഷയത്തിൽ തീരുമാനമെടുത്ത് അത് പൊളിച്ച് നടപടി സ്വീകരിക്കണം. സ്ഥല MLA ആ കാര്യത്തിൽ സഹകരിക്കണം. അതല്ലാതെ കൂടുതൽ വർത്തമാനം പറഞ്ഞ് പോയിട്ട് യാതൊരു കാര്യവും ഇത് അപകടമാണ്. ഒരു അപകടം ഉണ്ടായിച്ചു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപകടം ഉണ്ടാകരുതെന്ന് ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് CPIM സംഘടിപ്പിക്കുന്ന സമരവും ഇന്ന് നടക്കും. പ്രതിഷേധ മാർച്ചും ധർണയുമാണ് CPM സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിലുള്ള ധർണയും ഇന്നാണ് നടക്കുക. അങ്ങനെ ആകാശപാത കോട്ടയത്തെ ചൂടേറിയ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.